ഞാനൊരു വീട്ടുജോലിക്കാരിയാണ്. ഇവിടെ അല്ലെങ്കിൽ മറ്റൊരു വീട്ടിൽ എനിക്ക് ജോലി കിട്ടും. തന്റെ അനുവാദമില്ലാതെ മുറിയിൽ കയറിയ ഭാമിനിയെ അർച്ചന ശാസിക്കുന്നു. നേരെ ഒന്ന് വെളുത്തോട്ടെ, പിന്നെ ഒരു നിമിഷം ഞാനിവിടെ നിൽക്കില്ല. എല്ലാവർക്കും വേണ്ടിയാ എനിക്ക് ഈ കള്ളത്തരമൊക്കെ ചെയ്യേണ്ടി വന്നത്. നിരഞ്ജനയ്ക്ക് ദോഷം വരുന്നതൊന്നും താൻ ചെയ്യില്ല എന്ന് ഫൈസി. തിരികെ നാട്ടിലേക്ക് വരാൻ ജയന്തി സുധിയോട് ആവശ്യപ്പെടുന്നുവെങ്കിലും സുധിയുടെ മനസ്സിൽ അർച്ചന മായാത്ത ഓർമ്മയായി നിൽക്കുന്നു. രാത്രി മഴ തുടരുന്നു. ഇങ്ങനൊരു വിധി ഈശ്വരനെ എന്തിനു തന്നെന്ന് എനിക്കറിയില്ല ഏട്ടാ. കഴിഞ്ഞ ജന്മത്തിൽ അത്രമാത്രം പാപങ്ങൾ ഞാൻ ചെയ്തിട്ടുണ്ടോ? എന്തായാലും കുഞ്ഞു നമ്മുടെ കയ്യിൽ തന്നെ വന്നെത്തിയില്ലേ, അതോർത്ത് ജയന്തി സമാധാനിക്ക്. ഞാനതിൽ ആശ്വസിച്ചേനെ. പക്ഷെ അർച്ചനയെ കണ്ടെത്താനുള്ള വിശ്വേട്ടന്റെ തീരുമാനം എന്നെ പേടിപ്പെടുത്തുന്നു. അളിയൻ ചിന്തിക്കുന്നത് ശരിയല്ലേ ജയന്തി? ഏതു വഴിക്കെങ്കിലും കുഞ്ഞെവിടെയുണ്ടെന്ന് അർച്ചനയോ രാജപ്പനോ മനസ്സിലാക്കിയ എല്ലാം തീർന്നില്ലേ? അർച്ചനെ വിശ്വേട്ടൻ കണ്ടെത്തും. അതിന് വിശ്വേട്ടന് പ്രയാസമൊന്നും ഉണ്ടാവില്ല. അവളെ കണ്ടെത്തിയ ആ പെണ്ണിനെ വിശ്വേട്ടൻ ജീവിക്കാൻ അനുവദിക്കില്ല. അതൊരു മഹാപാപമായി തീരും. സുധിയിൽ നിന്ന് അവളെ അകറ്റാൻ നിങ്ങൾ രണ്ടുപേരും ചേർന്ന് എന്തൊക്കെ ചെയ്തു? എന്നിട്ടിപ്പൊ സംഭവിച്ചിരിക്കുന്നത് എന്താ? നിരഞ്ജന വളർത്തുന്ന കുഞ്ഞിന്റെ അമ്മയാവള്. ഞാൻ എന്തു പറഞ്ഞാലും വിശ്വേട്ടന്റെ ചെവി കേറില്ല. എനിക്ക് ഏട്ടനോടല്ലേ പറയാൻ കഴിയൂ. അവളെ നിങ്ങൾ ഒന്നും ചെയ്യരുത്. ഇനി ഒരു പാപം കൂടി താങ്ങാൻ എനിക്ക് വയ്യ. ജയന്തിയുടെ പറച്ചിൽ കേട്ടാ തോന്നും അളിയൻ അവളെ കണ്ടെത്തിയ കൊന്നുകളയൊന്നു. അതെ, അങ്ങനെ തന്നെ ഞാൻ വിശ്വസിക്കുന്നത്. ഏതെങ്കിലും കൊലയാളികൾക്ക് വിശ്വേട്ടൻ അവളെ എറിഞ്ഞു കൊടുക്കും. അങ്ങനെയൊന്നും ഉണ്ടാവില്ല ജയന്തി. അർച്ചന എവിടെയുണ്ടെന്ന് അറിഞ്ഞ് അവളുടെ നീക്കങ്ങൾ മനസ്സിലാക്കി വെക്കും. അതിനപ്പുറം ഒന്നും ഉണ്ടാവില്ല. എനിക്കിത് വിശ്വസിക്കാമോ? വിശ്വസിക്കാം. ഞാനല്ലേ വാക്ക് തരുന്നത്. അളിയന്റെ നീക്കം എന്തു തന്നെയായാലും അവളെ കൊന്നുകളയാൻ ഞാൻ സമ്മതിക്കില്ല. പക്ഷേ അവളെ എവിടെ എങ്ങനെ ജീവിക്കുന്നു എന്നുള്ളത് നമുക്കറിയണം. അതികവിഞ്ഞൊന്നും ചെയ്യേണ്ട കാര്യമില്ല. ഞാൻ ഏട്ടനെ വിശ്വസിക്കുക. ആളറിയിക്കാതെ ആണെങ്കിലും എനിക്ക് അവളെ ഒന്ന് കാണണം. ഏട്ടൻ മാത്രമല്ലേ അവളെ കണ്ടിട്ടുള്ളൂ. അർച്ചനെ കണ്ടെത്തിയ ജയന്തിക്ക് അവളെ ഒന്ന് കാണാനുള്ള അവസരം ഞാൻ ഉണ്ടാക്കിത്തരാം. എന്താ, അതുപോലെ? എന്നാ ഞാൻ ഇറങ്ങട്ടെ. ശരി ഏട്ടാ. അർച്ചനെ ഒന്ന് കാണാൻ എന്നെ മനസ്സിൽ ആഗ്രഹിച്ചതാ. ഇപ്പൊ ആ ആഗ്രഹം മനസ്സിലടക്കാൻ കഴിയാതെയായി. ആ പന്ന റാസ്കൽ കൂടെ നിന്ന് ചതിക്കുന്ന് എനിക്ക് നേരത്തെ തോന്നിയതാ. SP വിളിച്ച് ചോദിച്ചാ കുഞ്ഞിനെ കിട്ടിയത് പള്ളിത്തൊട്ടിന്നാണെന്ന് പറയണമെന്ന് പല വട്ടം ഞാൻ അയാളോട് പറഞ്ഞതാ. അപ്പോഴൊക്കെ വലിയ വിശ്വസ്തത കാണിക്കുകയും ചെയ്തു. എന്നിട്ട് SP നേരിട്ട് വിളിച്ചപ്പോ അയാൾ അതൊരു അവസരമാക്കി മാറ്റി. ജെയിംസിനെ എന്തിനു കുറ്റം പറയണം? വിശ്വനാഥ് സാറിന്റെ മുമ്പിൽ പിടിച്ചെക്കാൻ അയാൾക്ക് കഴിയില്ല. പറയണ്ടെന്ന് വെച്ച പല കാര്യങ്ങളും ഫൈസിയും പറഞ്ഞില്ലേ? വിശ്വനാഥ് സാറ് കണ്ടെത്തിയതിനപ്പുറം ഞാനൊന്നും പറഞ്ഞിട്ടില്ല. അർച്ചനയും ഫൈസിയും തമ്മിലുള്ള ബന്ധം ജെയിംസ് പറഞ്ഞിട്ടില്ല. അയാൾ അത് പറഞ്ഞിരുന്നെങ്കിലും ജെയിംസ് നമുക്ക് ദോഷം വരുത്തുന്ന ഒന്നും പറഞ്ഞിട്ടില്ലെന്നാ എനിക്ക് തോന്നുന്നത്. ഇനിയൊരു സന്ദർഭം വരുമ്പോ അയാൾ പറയാൻ ബാക്കി വെച്ചതാണെന്ന് എനിക്ക് സംശയമുണ്ട്. വിശ്വനാഥ് സാറിനെ സുഖിപ്പിച്ച് കൂടെ നിർത്തിയ പ്രയോജനമുണ്ടെന്ന് അയാൾക്ക് നല്ലതുപോലെ അറിയാം. ഒരവസരം കാത്തിരിക്കുകയാണ് ജെയിംസ്. അയാളിപ്പോ പറയുന്നതൊന്നും ഞാൻ വിശ്വസിക്കില്ല. ആകെയുള്ള ആശ്വാസം അർച്ചനയും സുധിയും തമ്മിലുള്ള ബന്ധം ജെയിംസിന് അറിയില്ലെന്ന കാര്യമാണ്. വിശ്വനാഥ് സാറിന് അത് അയാളോട് ചോദിക്കാനും കഴിയില്ല. അർച്ചന ഇനി അവിടെ നിർത്തുന്ന അപകടമാണ്. എത്രയും വേഗം അവളെ അവിടുന്ന് സ്ഥലം മാറ്റുന്നതാ നല്ലത്. അവൾ അതിന് വഴങ്ങുന്ന സ്നേഹം കരുതുന്നുണ്ടോ? അപകടം അർച്ചനയെ പറഞ്ഞ് മനസ്സിലാക്കണം. അവിടുന്ന് പോയാലും സ്വന്തം വീട്ടിൽ ചെന്ന് നിൽക്കാൻ അർച്ചനയ്ക്ക് കഴിയില്ല. അവളുടെ ബാധ്യത ഇപ്പൊ നമ്മളെ ഏറ്റെടുക്കേണ്ട അവസ്ഥയില. എനിക്ക് തോന്നുന്നത് അർച്ചനയ്ക്ക് സുരക്ഷിതമായി നിൽക്കാൻ കഴിയുന്ന സ്ഥലം റോസ്ലി ബംഗ്ലാവ് തന്നെയാണെന്നാ. ഫൈസി തമാശ പറയരുത്. അർച്ചന പിടിക്കപ്പെട്ട അവളുടെ ജീവൻ നഷ്ടപ്പെടുക മാത്രമല്ല, നമ്മളെ കുറ്റക്കാരാവുകയും ചെയ്യും. നീ അവളോടൊന്ന് സംസാരിച്ച് നോക്ക്. ജെയിംസിനോട് ഒന്നുകൂടി ഞാൻ സംസാരിക്കാം.
എന്റെ മോനെ വീട്ടിൽ നിന്ന് പോയിട്ട് അവൻ എവിടെയെന്ന് നിങ്ങൾ അന്വേഷിച്ചോ? എന്നോട് പറയാതെ ഇറങ്ങിപ്പോയവന്റെ പിന്നാലെ പോകേണ്ട കാര്യം എനിക്കില്ല. ആകെയുള്ളത് ഒരു ആൺതരിയ, കൂടുതലൊന്നുമില്ല. ഞാനിപ്പോ എന്തു വേണമെന്ന ഗീത പറയുന്നേ? ഡ്രൈവർ രാജപ്പന്റെ മകളുമായി അവന്റെ വിവാഹം നടത്തി കൊടുക്കണോ? അതിന് നിങ്ങൾ തയ്യാറാണോ? ആ, ഇത് തന്നെ അവന് മനസ്സിൽ കാണുന്നത്. അവൻ സുധിയോട് തെറ്റ് ചെയ്തെന്ന് പറഞ്ഞ് അതേ നാണയത്തിൽ പ്രതിക്രിയ ചെയ്യാ. അവൻ കെട്ടാൻ നടന്ന പെണ്ണിന്റെ ചേച്ചി അർച്ചന. സുധിയും അർച്ചനയും തമ്മിൽ വെറും പ്രണയബന്ധമായിരുന്നില്ല. സുധിയുടെ കുഞ്ഞിന്റെ അമ്മയെ അർച്ചന. അത് ഓർക്കാതെയാണോ അവൻ ആ പെണ്ണിന്റെ പിന്നാലെ നടന്നത്? ഗീത ഒരു കാര്യം മനസ്സിലാക്കണം, ഞാൻ ശബരിയോട് ഒരു തെറ്റും ചെയ്തിട്ടില്ല. സുധിയുടെ വിവാഹത്തിന്റെ തലേ ദിവസം ഉണ്ടായ സംഭവങ്ങൾ ഗീത അറിഞ്ഞതാണല്ലോ. അർച്ചന വിളിച്ചത് അളിയനെ അറിയിച്ചതും സുധിയുടെ സിം കാർഡ് നശിപ്പിച്ചതും ശബരിയ. അങ്ങനെ ഒരു സിറ്റുവേഷനിൽ ആരും ചെയ്തു പോകുന്നത് അതൊക്കെ. സ്വന്തമായി ചെയ്ത കുറ്റങ്ങളുടെ കാരണം മറ്റൊരാളുടെ തലയിൽ പഴിചാരി രക്ഷപ്പെടാനാ ഇപ്പം അവൻ ശ്രമിക്കുന്നത്. ഒന്നുകൂടി ഞാൻ പറയാം, അവനെ കൊണ്ട് ഇതൊക്കെ ചെയ്യിച്ച് സ്ഥലം വിട്ടത് സുധിയ. ഇപ്പൊ സുധി നിരഞ്ജനയും കൊണ്ടുപോയി. അവളുടെ ഡെലിവറി ഉടനുണ്ടാവുമെന്നും കേൾക്കുന്നു. പിന്നെ സുധി എങ്ങനെ ജീവിക്കുന്നു എന്നറിഞ്ഞിട്ട് പശ്ചാത്തപിക്കാൻ പുറപ്പെട്ട മതിയെന്ന് ശബരി വിളിക്കുമ്പോൾ നീയൊന്ന് പറഞ്ഞേക്ക്. കൊക്കിലൊതുങ്ങുന്നതേ കൊത്താവെന്ന് പറയുന്ന ഇതൊക്കെ കൊണ്ടാ. മെഡിസിന് പഠിക്കാൻ പോകുന്നൊക്കെ പറഞ്ഞ അതൊക്കെ പണക്കാർക്കുള്ളതാ. അഷ്ടിക്ക് വകയില്ലാത്തവരൊന്നും അതിനൊന്നും പോകരുത്. ഉടനെ എത്ര രൂപ കൊടുക്കണം മോളെ? 10,000 രൂപ 2 ദിവസത്തിനുള്ളിൽ കൊടുക്കണം. കൊടുക്കാൻ ഞാൻ മാത്രമേ ഉള്ളൂ. ഞാൻ ഇനി പോകുന്നില്ല അച്ഛാ. അച്ചുവേച്ചിയോട് പറയാതെ നീ ഒരു തീരുമാനം എടുക്കരുത്. അവളോട് എങ്ങനെ ചോദിക്കും മോളെ? കയ്യിലുണ്ടെങ്കിലല്ലേ അവൾക്ക് തരാൻ പറ്റൂ. ഇപ്പോൾ തന്നെ എനിക്ക് വേണ്ടി 2 ലക്ഷത്തിന് പുറത്ത് കടം വാങ്ങി നിൽക്കുക അവള്. അച്ഛൻ കിടപ്പിലായിട്ട് മുതലാളി ഒന്ന് തിരിഞ്ഞുപോലും നോക്കിയില്ല. എന്റെ ഒരു കാല് പോയെന്ന് അയാൾ കേട്ടത്. കാലും കൈയില്ലാത്തവനെ അയാൾക്കെന്തിനു വേണം? അശോകൻ ചേട്ടൻ മനസ്സ് വെച്ചാ കുറച്ച് കാശും അറിയില്ലേ? എത്ര നാളത്തേക്കാ? വീണ്ടും വരും അടുത്ത ചെലവ്. അശോകനും കുറച്ച് കാശ് കൊടുക്കാറുണ്ട്. ആപത്തില് കടം ചോദിക്കും പോലെയാണോ ഇത്? എത്ര കാശ് ഈ കയ്യിലൂടെ മറിഞ്ഞതാ. ഇപ്പോഴോ? അതിന്റെയൊക്കെ ഫലമാ അച്ഛനും ഞങ്ങളും അനുഭവിക്കുന്നത്. മോളെ, അർച്ചനയാന്ന് തോന്നുന്നു. അച്ചുവേച്ചി തന്നെയാ. എന്റെ കാര്യം നീ അച്ചുവേച്ചിയോട് പറയരുത്. ഹലോ അച്ചുവേച്ചി. എന്താ മോളെ വിളിച്ചത്? എന്താ വിശേഷം? അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല അച്ചുവേച്ചി. എങ്ങനെയാ നിനക്ക് എന്നോട് കള്ളം പറയാൻ തോന്നുന്നത്? അത് അച്ചുവേച്ചി അമ്പിളിന്ന് കോച്ചിങ് സെന്ററിൽ പോയില്ല. മോൾ അവളുടെ കയ്യിൽ ഫോൺ കൊടുക്ക. ദാ നിനക്ക് തരാനാ പറഞ്ഞേ. അച്ചുവേച്ചി, എത്ര രൂപയാ മോളെ ഇപ്പൊ നമ്മൾ കൊടുക്കേണ്ടത്? അത് 10,000. മോള് പറഞ്ഞില്ലെങ്കിലും അച്ചുവേച്ചിക്കത് അറിയാം. ഈ മാസത്തെ ശമ്പളം ചോദിക്കാൻ സമയമായിട്ടില്ല എന്നുവെച്ച് മോള് വിഷമിക്കണ്ട. എപ്പോഴേ ഞാൻ അതിനൊരു വഴി കണ്ടു. അച്ചുവേച്ചി, ഞാൻ ഹിമമേഡത്തെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. മോള് നാളെ ഹോസ്പിറ്റലിലേക്ക് ചെന്നാ മതി. അതൊന്നും വേണ്ടിയിരുന്നില്ല അച്ചുവേച്ചി. മോളെന്തിനാ അതൊക്കെ ചിന്തിക്കുന്നേ? നിന്റെ ഇപ്പോഴത്തെ ജോലി പഠനമാണ്. നീ അത് മാത്രം ചെയ്താൽ മതി. പൈസ എവിടെ നിന്നുണ്ടാവുന്നു കുട്ടികൾ അറിയേണ്ട കാര്യമില്ല. അച്ചുവേച്ചിക്ക് ഇത്ര മാത്രം മതി. ആരുടെ സഹായമില്ലാതെ എന്റെ മോൾക്ക് MBBS ഒരു മെറിറ്റ് സീറ്റ്. അച്ചുവേച്ചി എന്നെ എങ്ങനെ പഠിപ്പിക്കുന്നെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ഞാൻ രേവതിക്ക് കൊടുക്കാം. അവള് കരഞ്ഞു തുടങ്ങി അച്ചുവേച്ചി. അച്ചുവേച്ചി ഹിമമേഡത്തെ വിളിച്ച് എല്ലാം ഏർപ്പാടാക്കിയിട്ടുണ്ട്. ഇനി ഭക്ഷണം ഉണ്ടാക്കണം മോളെ. അച്ചുവേച്ചി അങ്ങോട്ട് ചെല്ലട്ടെ. ശരി ചേച്ചി. എന്താ അവള് പറഞ്ഞേ? അച്ചുവേച്ചി അത് നേരത്തെ മനസ്സിൽ കണ്ടു. ഹിമ മാഡത്തെ വിളിച്ച് സഹായം ചോദിച്ചു എന്നാ തോന്നുന്നത്.
എല്ലാം കണ്ടറിഞ്ഞ് അവള് ചെയ്യുമെന്ന് മനസ്സിലായില്ലേ? ഇനി ഈ കുടുംബത്തിന്റെ തണൽ അവളാ. അവളോടൊന്നും ചോദിക്കാനുള്ള അർഹത ആർക്കുമില്ല. കണ്ടറിഞ്ഞു തരുന്നത് കുറ്റബോധം കൊണ്ടായാലും സാരമില്ല. മനസ്സ് നൊന്ത് സ്വീകരിക്കുക. അർച്ചനയ്ക്കെതിരെയുള്ള നമ്മുടെ ഒരു നീക്കവും ജയന്തി അറിയരുത്. നടരാജനോട് അവൾ എന്തെങ്കിലും പറഞ്ഞോ? ശക്തമായ ഭാഷയിലാണ് ജയന്തി അത് പ്രകടമാക്കിയത്. സുധയുടെയും നിരഞ്ജനയുടെയും ജീവിതത്തിൽ കരിനിഴൽ വീഴാതിരിക്കാൻ നമ്മൾ അർച്ചനയെ ഇല്ലാതാക്കുമെന്ന് ജയന്തിക്കറിയാം. അതിന് മുൻകൂട്ടി തടയിടുക അവള്. ജയന്തി തടയിട്ടെന്ന് വെച്ച് പിന്തിരിയാൻ എനിക്ക് കഴിയോ? എന്നും എൻ്റെ കുടുംബത്തിന് ഭീഷണി തന്നെയായിരുന്നു അർച്ചന. എല്ലാം അവസാനിച്ചെന്ന് കരുതി ആശ്വസിച്ച് കഴിഞ്ഞതല്ലേ. ഒരു ചുഴലി കൊടുങ്കാറ്റ് പോലെ അവൾ വീശി കയറിക്കൊണ്ടിരിക്കുക. കരയ്ക്ക് കയറും മുമ്പ് ആ കാറ്റ് എനിക്ക് തടഞ്ഞേ പറ്റൂ. ഇനി അർച്ചനയെ കണ്ടെത്തുന്നതിൽ കാലതാമസം വരുത്തിക്കൂടാ. അവൾ എവിടെയുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കി വെക്കണം. നമുക്കൊരു ദ്രോഹം വരില്ലെങ്കിൽ ജീവിച്ചു പൊക്കോട്ടെന്ന് വെക്കാം. ജയന്തിയുടെ സ്വാധീനം കൊണ്ടാ നടരാജൻ ഇങ്ങനെ സംസാരിച്ചെന്ന് എനിക്ക് മനസ്സിലായി. കണ്ടു കിട്ടിയ ഇനി ഞാൻ അവളെ അങ്ങനെ സ്വതന്ത്രമായി വിടില്ല. നാളൊരു കാലത്ത് സുധിയും അവളും തമ്മിൽ കാണില്ലെന്ന് ഉറപ്പൊന്നുമില്ല. സുധിയുടെ കുഞ്ഞിനെ പ്രസവിച്ചതും കുഞ്ഞ് നഷ്ടമായതും എല്ലാം അവള് പറയും. അതെവിടെ ചെന്ന് നിൽക്കുമെന്ന് നടരാജൻ ഊഹിച്ചൂടെ? മാളത്തിൽ നിന്ന് അവളെ പുകച്ചു ചാടിക്കാൻ ഒരു വഴി കണ്ടെത്തിയേ പറ്റും. നടരാജന്റെ തലയിൽ ഒന്നും തോന്നുന്നില്ല. ഒരു വഴി ഞാൻ പറയാളിയ. CI സുരേന്ദ്രനെ അളിയൻ റോസ്മലയിലേക്ക് വിടണം. അർച്ചനയുടെ കുഞ്ഞിനെ പോലീസ് കണ്ടെത്തിയെന്ന് അയാൾ രാജപ്പനോട് പറയണം. കുഞ്ഞിപ്പോ പോലീസ് കസ്റ്റഡിയിലാണ്. അർച്ചനയോട് വന്ന് കുഞ്ഞിനെ സ്വീകരിക്കാൻ പറഞ്ഞിട്ട് സുരേന്ദ്രൻ തിരിച്ചു പോയാൽ മതി. കേസ് അന്വേഷിച്ച പോലീസ് കുഞ്ഞിനെ കിട്ടിയെന്ന് പറഞ്ഞ് രംഗത്ത് വന്നാ അവൾ എന്തു ചെയ്യും? കുഞ്ഞിനെ കയ്യേൽക്കാൻ വരും. അവിടെ എന്തു വേണമെന്ന് നമ്മൾ ആലോചിച്ചാൽ മതി. അവള് നമ്മുടെ കുരുക്കി വീഴുവളിയാ. അവള് വരാൻ തയ്യാറായില്ലെങ്കിലോ? കുഞ്ഞേതോ വലിയ വീട്ടിൽ വളരുകയാണെന്ന വിശ്വാസം അവൾക്കുണ്ടെങ്കിൽ നമ്മുടെ കെണി അവൾ തിരിച്ചറിയും. സംഭവിക്കാൻ പോകുന്നത് അതൊന്നും അല്ലളിയ. വിവരം രാജപ്പൻ അവളെ അറിയിക്കും. അവൾ നേരെ പോലീസ് സ്റ്റേഷനിലെത്തും. നിന്റെ ജോലി തീരാറായില്ലേടി? ഇനി ചപ്പാത്തി പരത്തുന്ന താമസേ ഉള്ളൂ. അരമണിക്കൂറായി ആ കുഞ്ഞ് നിർത്താതെ കിടന്ന് കരയുവാ. അയ്യോ, അവന്റെ കരച്ചിൽ ഇതുവരെ തീർന്നില്ലേ? അതല്ലേ പറഞ്ഞത്. നിരഞ്ജന എടുത്ത് മുകളിലേക്ക് കൊണ്ടുപോയെന്നല്ലാതെ ആ കുഞ്ഞ് വാ ഇതുവരെ പൂട്ടിയിട്ടില്ല. ഇങ്ങനെ കരയാൻ തുടങ്ങിയ സംഗതി വഷളാവും. പിന്നെ ആ കുഞ്ഞിനെയും കുറ്റം പറയാൻ പറ്റില്ല. ജനിച്ചൊരാഴ്ച മാത്രമേ മുലപ്പാല് കൊടുത്തിട്ടുള്ളൂ എന്നാ കേൾക്കുന്നത്. അത് സത്യമാണോന്ന് ആർക്കറിയാം? പറയുന്നത് വിശ്വസിക്കാനല്ലേ നമുക്ക് പറ്റൂ. ഇവിടെ ഇപ്പൊ എന്തൊക്കെയാ നടക്കുന്നതെന്ന് ആർക്കറിയാം? അയ്യോ, അവൻ പിന്നെയും കരയാ. അതല്ലേ ഞാൻ പറഞ്ഞത്. ഇനി നീ അങ്ങോട്ട് ചെന്നാലേ ആ കുഞ്ഞ് കരച്ചിൽ നിർത്തൂ. അരമണിക്കൂറെങ്കിലും അവനെ കൊണ്ടു നടക്കാതെ അവന്റെ കരച്ചിൽ നിൽക്കില്ല. മാഡത്തിനാണേ ഭക്ഷണം കഴിക്കാൻ സമയമായില്ലേ? ആ, അതിന് നീ ചപ്പാത്തി ഉണ്ടാക്കിയാൽ മാത്രം പോരെ? നീ ചെല്ല്, ഞാൻ ചപ്പാത്തി ഉണ്ടാക്കാം. ചെന്ന് ആ കൊച്ചിന്റെ കരച്ചിലൊന്ന് നിർത്താൻ നോക്ക്. അല്ലെങ്കിൽ രാത്രി തന്നെ അതിനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകേണ്ടി വരും. കരയാതട മാവേ,
എന്തിനാ ഈ കരയുന്നേ? ആവേ വിശന്നിട്ടാവും മാഡം, പാല് കൊടുക്ക്. ആലിസമ്മ പാല് കൊണ്ടുവന്നല്ലോ, കുടിക്കടാ. വാശി പിടിച്ചാ പിന്നെ ഒരു രക്ഷയില്ല. ഇങ്ങനെയുണ്ട് ഒരു വാശി. കുടിക്കടാ മോനെ. കരഞ്ഞപ്പോ എടുക്കാൻ അല്പം വൈകിപ്പോയി. മാഡം ഇതാ, ഞാൻ കൊണ്ടു നടക്കാം. കിച്ചണിലെ ജോലിയൊക്കെ കഴിഞ്ഞോ? കുറച്ചുകൂടി ബാക്കിയുണ്ട്. ആദ്യം എന്റെ കരച്ചിലൊന്ന് നടക്കട്ടെ, എന്നിട്ട് ചെയ്യാം. അതൊക്കെ ഞാൻ ചെയ്തോളാം. ആലിസ് മോന് പാല് കൊടുക്കാൻ നോക്കാം. എന്തിനാ കരയുന്നേ? ഓ വേണ്ട വേണ്ട വേണ്ട. അമ്മയുടെ മോൻ കരച്ചിൽ നിർത്തിയല്ലോ. ഓ ഓ ഓ കരഞ്ഞങ്ങ് ചുമന്നു പോയല്ലോ. ഓ കരയില്ലേ? അമ്മ പാല് തരാം, പാല് തരോ. ഉച്ചയ്ക്ക് പാല് തരാൻ പറ്റാതെ പോയിട്ടല്ലേ. എത്ര വട്ടം ഞാൻ വന്നതാണെന്നോ. അപ്പോഴൊക്കെ മോനെ എന്റെ കയ്യിൽ കിട്ടാഞ്ഞിട്ടല്ലേ, അല്ലാതെ മോനെ ഞാൻ മറന്നിട്ടല്ല. എനിക്കറിയാം നിന്റെ വാശിയാണെന്ന്. ഉദ്ദേശിച്ച കാര്യം നടന്നില്ലെങ്കിൽ എല്ലാരെയും ഒരു പാഠം പഠിപ്പിച്ചിട്ടേ കള്ളൻ അടങ്ങുള്ളൂ. മോന്റെ സങ്കടം എനിക്കും ഉണ്ടായിരുന്നു. നെഞ്ച് പൊട്ടി പോവായിരുന്നു. പാല് തരാം. ഓ ഓ ബാ ബാ ബാ. കരയണ്ട കരയണ്ട കരയണ്ട, ഇപ്പൊ തരാലോ. ഓ വേണ്ട വേണ്ട. പൊന്നു മോനല്ലേ. പെട്ടെന്ന് കുടിച്ചോ. നിന്റെ കരച്ചിൽ കേൾക്കാതെ വന്നാ ആരെങ്കിലും വരും. ഇതാണല്ലേടി നിന്റെ മാജിക്. മാഡം എന്താ ഇവിടെ? ഇപ്പൊ എന്തായടി? ഭാമിനിയുടെ ഊഹങ്ങളൊന്നും ഇതുവരെ തെറ്റിയിട്ടില്ല. നീ ചെയ്യുന്ന എന്താണെന്നറിയാൻ ഞാൻ ബാത്റൂമിൽ കയറി നിന്നതാ. ഈ ഒരു രാത്രി, അതിനപ്പുറം നീ ഈ വീട്ടിലുണ്ടാവില്ലടി. ഇപ്പൊ നിന്റെ നാവ് എങ്ങോട്ട് പോയി? നീ എന്തൊക്കെയാടി എന്നോട് പറഞ്ഞത്? ഒന്നും ഞാൻ മറന്നിട്ടില്ല. മാഡം, കുഞ്ഞ് മുലപ്പാലിന് വേണ്ടി കരഞ്ഞപ്പോ ഞാൻ കൊടുത്തു പോയതാ. നീ ഇതിന് സമാധാനം പറയേണ്ടത് എന്റെ മുന്നിലല്ല, നിരഞ്ജനയുടെ മുന്നിലാ. വാടി ഇങ്ങോട്ട്. മാഡം, ഇനി ഞാനിത് ആവർത്തിക്കില്ല. നിരഞ്ജന മാഡത്തോടൊന്നും പറയരുത്. ഒരു തവണ എന്നോട് ക്ഷമിക്കും. നിന്നോട് ഞാൻ ക്ഷമിക്കാനോ? പ്രസവിച്ചിട്ടില്ലാത്ത നീ എങ്ങനെയാടി കുഞ്ഞിന് പാല് കൊടുക്കുന്നത്? സത്യം പറ, നീ ഒരു അമ്മയല്ലേ? നിന്റെ കുഞ്ഞെവിടെ? പറയടി. പ്രസവിച്ചിട്ട് എത്ര നാളായി? മാഡം, അത് ഞാൻ പറയാം. ഇവിടെ വരുന്നതിന് 3 മാസം മുമ്പ് പ്രസവം കഴിഞ്ഞതാ. നിന്റെ കുഞ്ഞിനെ ആരുടെ കയ്യിൽ ഏൽപ്പിച്ചിട്ടാ നീ ഈ പണിക്ക് വന്നത്? അതോ എന്റെ കുഞ്ഞ് പോയി മാഡം. ഡെലിവറിയിലാണോ മരിച്ചത്? നിന്നെ വിശ്വസിക്കാനൊന്നും പറ്റില്ല. സത്യമാണോടി നീ പറയുന്നത്? ഞാൻ കള്ളം പറയില്ല മാഡം. പിന്നെ നീ ഇവിടെയുള്ളവരെ പറഞ്ഞു വിശ്വസിപ്പിച്ചു വെച്ചിരിക്കുന്ന എന്താടി? അത് ഗതികേട് കൊണ്ട് പറഞ്ഞു പോയതാ മാഡം. എന്റെ ജീവിതത്തിൽ സംഭവിച്ചതൊക്കെ ഫൈസി സാറിനോട് ഞാൻ തുറന്നു പറഞ്ഞത്. പ്രസവിച്ച കാര്യമൊന്നും ഇവിടെ ആരോടും പറയണ്ടെന്ന് സാറാ പറഞ്ഞത്. നിന്റെ കെട്ടിയോൻ എന്താ ചെയ്യുന്നത്? അത് പൂനെയില് ഒരു ടയർ കടയിലാ ജോലി. ഞങ്ങള് പാവങ്ങളാ മാഡം, എന്നെ ദ്രോഹിക്കരുത്. കുഞ്ഞു മുലപ്പാലിന് വേണ്ടി കരയുന്നത് കണ്ടപ്പോ ഞാൻ പാല് കൊടുത്തു പോയത്. ഞാനും ഒരു അമ്മയല്ലേ മാഡം, എനിക്കൊരു തെറ്റ് പറ്റിപ്പോയി. നീ എന്തുകൊണ്ട് ഈ വിവരം നിരഞ്ജനയോട് പറഞ്ഞില്ല? എനിക്കെങ്ങനെ പറയാൻ കഴിയും മാഡം? നീ ഈ കാണിച്ചത് കള്ളത്തരവാ. അതിന്റെ ശിക്ഷ നിനക്ക് കിട്ടിയേ തീരൂ. എനിക്ക് ഈ വിവരം നിരഞ്ജനയിൽ നിന്ന് ഒളിച്ചു വെക്കാൻ കഴിയില്ല. വാ എന്റെ കൂടെ. പ്ലീസ്, ഇനി ഞാനിത് ആവർത്തിക്കില്ല. നിരഞ്ജന മാഡത്തെ അറിയിച്ച് എന്നെ ഇവിടുന്ന് പറഞ്ഞു വിടിയിക്കല്ലേ പ്ലീസ് മാഡം. ഞാൻ കാല് പിടിക്കേ. തൽക്കാലം ഞാൻ ഇക്കാര്യം അവളോട് പറയുന്നില്ല. ഞാനൊന്ന് ആലോചിക്കട്ടെ. എന്നിട്ട് നിന്റെ കാര്യത്തിൽ എന്ത് വേണമെന്ന് തീരുമാനിക്കാം. എന്തായാലും നീ പാല് കൊടുത്തു പോയില്ലേ?
ബാക്കിയും കൂടെ കൊടുത്ത് ആ കൊച്ചിന്റെ കരച്ചിലൊന്നും നടക്കും.